ഉമ്മയുടെ മുഖത്തു നോക്കിയാൽ നന്മ ചെയ്ത കൂലിയ, ഉമ്മയുടെ മുഖത്തു നോക്കിയാൽ പടച്ചവന്റെ അടുക്കൽ കൂലിയ. ഉമ്മ ഒന്ന് ഞാൻ നോക്കട്ടെ, ഉമ്മ എന്തൊരു സ്നേഹമാണ്, എന്തൊരു മഹത്വമാണ്, എന്തൊരു ശ്രേഷ്ഠതയാണ് ഇസ്ലാം ഉമ്മക്ക് കൽപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത് പഠിപ്പിച്ചതെന്താ? വിശുദ്ധമായ ഖുർആനിലേക്ക് നോക്കലും ഇബാദത്താ. ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഒരാൾക്ക് ഖുർആനിന്റെ അർത്ഥം അറിയില്ല, അയാൾ ഖുർആൻ എടുത്തിട്ടൊന്ന് നോക്കിയാൽ പോലും അയാൾക്ക് കൂലിയുണ്ടെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തെന്നറിയോ? അനുസരണ സ്വഭാവമുള്ള മകൻ. ശരിക്കും ശ്രദ്ധിച്ചോ, അനുസരണ സ്വഭാവമുള്ള മകൻ കാരുണ്യത്തോടെ മാതാപിതാക്കളുടെ മുഖം വീക്ഷിച്ചാൽ പരിപൂർണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ മുഖത്തു നോക്കിയാൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. മക്കളുടെ മുഖത്ത് നോക്കിയാൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, പള്ളിയുടെ മിനാരത്തിലേക്ക് നോക്കിയാൽ, കുബ്ബയിലേക്ക് നോക്കിയാൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. വീട്ടിൽ പോയിട്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നമുക്ക് വേണ്ടി ഉറക്കൊടിഞ്ഞ നമ്മുടെ ഉമ്മയുണ്ടല്ലോ, 9.5 മാസക്കാലം വയറ്റിലിട്ട് കഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയില്ലെങ്കിൽ നമ്മൾ ഇവിടെയില്ല. ഉമ്മയില്ലെങ്കിൽ ഒരു പുരോഗതിയുമില്ല, ഉമ്മയില്ലെങ്കിൽ ഒരു നാഗരികതയുമില്ല. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാമിനെ മാറ്റിവെച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കൾക്ക് ജന്മം നൽകിയത് ഉമ്മയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകരും കടന്നു വന്നതൊരു ഉമ്മയിൽ നിന്നാ. എന്റെ മുഅ്മിനേ, ലോകത്തുള്ള ഏത് ശാസ്ത്രജ്ഞനായാലോ ആ ശാസ്ത്രജ്ഞൻ കടന്നു വന്നത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നാ. ഏത് ആലിമിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ആ ആലിം കടന്നു വന്നത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നാ. ഏത് ബുദ്ധിമാന്റെ ചരിത്രം എടുത്താലും, ഏത് ആരോഗ്യവാന്റെ ചരിത്രം എടുത്താലും, ഏത് ഗായകന്റെ ചരിത്രം എടുത്താലും, ഏത് കവിയുടെ ചരിത്രം എടുത്താലും, ഏത് കവിയത്രിയുടെ ചരിത്രം എടുത്താലോ ഉമ്മയില്ലാതെ മറ്റൊന്നുമില്ല. എങ്ങനെ കഴിയും ആ ഉമ്മയെ വെറുപ്പിക്കാൻ? ഇന്ന് ഉമ്മയെ വെറുപ്പിക്കുന്ന ലോകമല്ലേ സഹോദരങ്ങളെ. ആ ഉമ്മയുടെ പൊരുത്തമില്ലാതെ എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര വഅദ് കേട്ടിട്ടും കാര്യമില്ല, എത്ര തവാഫ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര സംസം വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. ഉമ്മയുടെ പൊരുത്തമില്ലാതെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്നലെ കടന്നു വന്നതാണ് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ഭാര്യ. ഇന്നലെ കടന്നു വന്ന നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യയുടെ രാത്രികാലത്തുള്ള കിന്നാര ശബ്ദം കേട്ടിട്ട് ഉമ്മാനെ വെറുക്കുന്നവരില്ലേ, ഉമ്മാനെ അടിക്കുന്നവരില്ലേ? ആരാ നിന്റെ ഉമ്മയെന്നറിയോ? 9.5 മാസക്കാലം നീ വയറ്റിൽ കിടക്കുമ്പോ എത്ര രാവാണ് ഉമ്മ ഉറക്കൊടിഞ്ഞത്, എത്ര പകലാണ് ഉമ്മ ഉറക്കൊടിഞ്ഞത്, എത്ര പ്രാവശ്യമാണ് ഛർദിച്ചത്. ഈ ഉന്തിയ വയറുമായിട്ട് നിന്റെ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു ലജ്ജയുണ്ടായിട്ടില്ല, ഒരു ഫംഗ്ഷന് പോകാൻ ലജ്ജയുണ്ടായിട്ടില്ല. പക്ഷേ മുഖത്ത് ചുളിവുകൾ വന്നപ്പോൾ
പല്ലുകൾ കൊടിഞ്ഞു പോയപ്പോ കണ്ണ് കാണാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോ എന്റെ ചെറുപ്പക്കാരാ, ഉമ്മക്ക് സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ അത് എന്റെ ഉമ്മയെന്ന് പറയാൻ മടിക്കുന്നവരില്ലേ? ആരാ മക്കളെ ഉമ്മ എന്ന് പറയുന്നത്? ആ ഉമ്മയുടെ ശരീരത്തിൽ നീ എത്രയാ കാട്ടിച്ചത്? ആ ഉമ്മയുടെ ശരീരത്തിൽ എത്രയാ നീ ഛർദിച്ചത്? ആ ഉമ്മ കുളിച്ച് വൃത്തിയായി നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴല്ലടാ നീ മൂത്രമൊഴിച്ചത്. എന്നിട്ട് നിന്നോട് നിന്റെ ഉമ്മാക്കൊരു വെറുപ്പുണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് നിന്റെ ഉമ്മാക്ക് 70 വയസ്സായപ്പോ, നിന്റെ ഉമ്മാക്ക് 80 വയസ്സായപ്പോ ആ ഉമ്മ ഒന്ന് കാട്ടിച്ചതിന്റെ പേരില്, ആ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ചതിന്റെ പേരില് എടാ നിന്റെ മനസ്സിന്റെ അകത്ത് വെറുപ്പ് വന്നു പോയാൽ പിന്നെ നീ മുസ്ലിമായിട്ട് കാര്യമില്ല. പടച്ചവന്റെ പൊരുത്തം നിനക്ക് കിട്ടുമെന്ന ചിന്ത നിനക്ക് വേണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് പറയും, ഉസ്താദേ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം നോട്ട് പ്രശ്നമാണ്. അല്ലെ? നോട്ടിന്റെ പ്രശ്നമാണ്. സ്ഥലക്കച്ചവടം നടക്കുന്നില്ല, ഒരു കച്ചവടം നടക്കുന്നില്ല. ഇതാണ് ഇന്ത്യയുടെ പ്രശ്നമെന്ന് പറയും. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹം നോട്ട് കൊണ്ട് നമ്മെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു മഴ തരാതെ നമ്മെ പരീക്ഷിക്കുക. ഏതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം? നോട്ട് പ്രശ്നമാണോ അല്ലെങ്കിൽ ദാരിദ്ര്യമാണോ? എന്റെ സഹോദരങ്ങളെ, സുഡാനിന്റെ മണ്ണിൽ 10 വയസ്സുകാരൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഭക്ഷണത്തിന്റെ വകുപ്പില്ലാതെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അതാണോ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം? സഹോദരങ്ങളെ, അതേ ഇസ്ലാമിക മുസ്ലിങ്ങളുടെ 7 രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളിലെ 7 മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശനമില്ല എന്ന് ട്രംപ് പറഞ്ഞതാണോ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം? എന്റെ സഹോദരങ്ങളെ, തമ്മിലടിക്കുന്നതാണോ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം? നിരപരാധികളുടെ തലയെടുത്ത് കൊണ്ടുപോകുന്നതാണോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാ. പക്ഷെ ഞാൻ പറയട്ടെ, ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ സഹോദരങ്ങളെ ഉമ്മമാരനുഭവിക്കുന്ന ദുരിതങ്ങളാണ്, ഉമ്മമാർ അനുഭവിക്കുന്ന ദുരന്തങ്ങളാണ്. ആ ഉമ്മയെങ്ങാനും നിനക്ക് എതിരെ പ്രാർത്ഥിച്ചു പോയാൽ, ഉമ്മയുടെ കണ്ണുനീര് കൊണ്ട് ഭൂമിയെ പിളർത്താൻ കഴിഞ്ഞേക്കും, ഉമ്മയുടെ കണ്ണുനീര് കൊണ്ട് പർവ്വതത്തെ പിളർത്താൻ കഴിഞ്ഞേക്കും. ഉമ്മയുടെ കണ്ണുനീരെങ്ങാനും ഭൂമിയിൽ കുതിർന്ന് വീണ് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ 23, 24 ആയത്തുകൾ നമ്മെ പഠിപ്പിച്ചതെന്താ? എന്റെ ചെറുപ്പക്കാരെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ഹദീയ ആയത്തൊന്ന് ചിന്തിക്കണേ. വഖലാ റബ്ബുക അല്ലാ തഅബ്ദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖലാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. പുണ്യ റസൂലിനോട് പറയുകയാ, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബ്ദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ.
അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, പടച്ച തമ്പുരാനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു രണ്ടാമത് പറയുന്നതെന്താ? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഖുർആൻ പറയുകയാ. അള്ളാഹ്ക്ക് ഇബാദത്ത് മാത്രം ചെയ്താ പോരാ. വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, കയ്യിൽ തസ്ബീഹ് മാലയുണ്ട്, ദിക്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മയുമായിട്ട് ശരിയില്ല, ഉമ്മയുമായിട്ട് പിണക്കാണ് ചില ആളുകൾ പറയാറുണ്ട്. ഉമ്മയുടെ ഭാഗത്താണ് കുറ്റമുള്ളത്. ഉമ്മ നീതി പുലർത്തുന്നില്ല, ഉമ്മ മക്കളെ തരം താഴ്ത്തുന്നു, തരംതിരിച്ചുകൊണ്ട് കാണുന്നു. ഉമ്മ തരംതിരിച്ചാലോ ഉമ്മ നീതികേട് പ്രവർത്തിച്ചാലോ അതിന്റെ ശിക്ഷ പടച്ചവൻ കൊടുത്തെന്ന് വരും. പക്ഷേ മോനെ എന്ത് ചെയ്താലും അത് നിന്റെ ഉമ്മയാ. ആ ഉമ്മയുമായിട്ടുള്ള ബന്ധമാണ് പൊക്കിൾ കൊടി ബന്ധമെന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ശരീരത്തിൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഈ പൊക്കിൾ കൊടി ബന്ധമെന്ന് പറയുന്നത് 9.5 മാസക്കാലം ഉമ്മയുടെ വയറ്റത്ത് കിടക്കുമ്പോ ആ ഉമ്മ കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ സത്തല്ലേ, ഉമ്മ കഴിച്ച ഫ്രൂട്ട്സിന്റെ സത്തല്ലേ? പൊന്നുമോനെ, ഒരു കേബിൾ അല്ലാഹു നൽകിയില്ലേ നിന്റെ വയറ്റിലേക്ക്? ആ കേബിളിലൂടെയാണ് നീ ഭക്ഷണം കഴിച്ചത്. ഈ ദുന്യാവിലേക്ക് വന്നപ്പോ കാണുന്നില്ലേ ഒരു കറുത്ത വയറ് പോലോത്തൊരു സാധനം? കുട്ടിയുടെ പൊക്കിളിന്റെ ഭാഗത്തൊരു കറുത്ത ചരട് പോലോത്തത്, അത് മുറിച്ചു മാറ്റുകയാണ്. ഈ പൊക്കിളിലൂടെയാണ് നീ ഭക്ഷണം കഴിച്ചതെങ്കിൽ ഇത് ഉമ്മയുമായിട്ടുള്ള ബന്ധത്തിന്റെ ചിഹ്നമാണ്. എത്ര പ്രായമായാലും, 70 വയസ്സായാലും 80 വയസ്സായാലും ഈ പൊക്കിൾ നമ്മോട് പറയുന്നത്, എടാ ഈ പൊക്കിളിലൂടെയാണ് അതേ നീ ഉമ്മയുടെ ശരീരത്തിന്റെ അകത്തുള്ള ഭക്ഷണത്തിന്റെ സത്ത് നിന്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന എപ്പോഴും ഒരു കാലത്തും അയച്ചു കളയാൻ കഴിയാത്ത ചിഹ്നമാണ് പൊക്കിൾ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ചിന്തിക്കണേ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്താൽ മാത്രം പോരാ, ഉമ്മയോട് നന്മ ചെയ്യണേ, ഉപ്പയോട് നന്മ ചെയ്യണേ. ആരടാ നിന്റെ ഉപ്പ എന്ന് പറയുന്നത്? എന്റെ മുഅ്മിനേ, പകലന്തിയോളം പണിയെടുത്തിട്ട് വീട്ടിലേക്ക് വരികയാ. വീട്ടിലേക്ക് വന്നപ്പോഴാ ഭാര്യ പറയുന്നത്, ഉമ്മ പറയുന്നത്, മകന് സുഖമില്ല, മകന് പനിയാ. ഏത് ഉപ്പക്കാ കിടന്നുറങ്ങാൻ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചുമലിലേറ്റിക്കൊണ്ട് രക്ഷയില്ല, വാഹനമില്ല, കിലോമീറ്ററോളം നിന്നെ ചുവന്ന് കൊണ്ടുപോയിട്ട് അതേ ഡോക്ടറിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയില്ലേ? ആ ഉപ്പാനെ എങ്ങനെയാ നിനക്ക് മറക്കാൻ കഴിയുന്നത്? ഉപ്പ എന്നുള്ളത് കുടുംബത്തിൽ നിന്ന് ഭാരമായി പോവുകയാ. ഉമ്മ എന്നുള്ളത് വീട്ടിലൊരു വേസ്റ്റായി പോവുകയാ. മക്കളെ, വീടിന്റെ ഐശ്വര്യം ഉമ്മയാ, വീടിന്റെ ഐശ്വര്യം ബാപ്പയാ. ഉമ്മയും ബാപ്പയും ഇല്ലാതെ വീടിനെന്ത് ഐശ്വര്യമാണ് എന്റെ സഹോദരങ്ങളെ. പക്ഷെ ഇന്ന് ഉപ്പാനെ കാണുന്നതെന്താ? 50 ലക്ഷത്തിന്റെ 1 കോടിയുടെ വീട് കെട്ടിയിട്ട് നീ വലിയ സമ്പന്നനാ. നിന്റെ വീട്ടിലെ കാവൽക്കാരൻ നിന്റെ പിതാവാ. റേഷൻ ഷാപ്പിൽ നിന്ന് അരി കൊണ്ടുവരുന്നത് നിന്റെ പിതാവാ. നിന്റെ മക്കളെ നഴ്സറിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി നിന്റെ പിതാവിനാ. രാത്രി നിന്റെ വീടിന്റെ ഗേറ്റ് കീപ്പർ നിന്റെ പിതാവാ. എന്റെ മുഅ്മിനേ, 60 വയസ്സ് കഴിഞ്ഞിട്ട് ചുമട്ട് തൊഴിലാളികളായ എത്രയോ ഉപ്പമാരുണ്ട്. അവരുടെ മക്കൾ 25ഉം 30ഉം വയസ്സുള്ളവരാ. 60 കഴിഞ്ഞാൽ വീട്ടിൽ വിശ്രമിക്കേണ്ട പ്രിയപ്പെട്ട ബാപ്പമാര് അതേ വലിയ വലിയ ചുമടുകൾ, വലിയ വലിയ ഭാരങ്ങൾ ചുമന്ന് ചോര തുപ്പുന്ന ഉപ്പമാരില്ലേ? മക്കളെ കൊണ്ട് വേദനിക്കുന്ന ഉപ്പമാരില്ലേ? മക്കളെ പേടിച്ചു പോകുന്ന ഉപ്പമാരില്ലേ? എങ്കിൽ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതെന്താ?
إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف. എന്റെ സഹോദരങ്ങളെ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ, ഉപ്പയിൽ നിന്നോ ഉമ്മയിൽ നിന്നോ രണ്ടുപേരിൽ നിന്ന് ഒരാള് നിന്റെ അടുക്കൽ പ്രായമുള്ള നിലയിലെത്തിച്ചാൽ, ഔ കിലാഹുമാ, അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും പ്രായമായ നിലക്ക്, ഉപ്പയും ഉമ്മയും പ്രായമായ നിലക്ക് നിന്റെ അടുക്കൽ എത്തിച്ചാൽ, ഖുർആൻ നിന്നോട് പറയുന്നത് എന്താ? ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവ രണ്ടുപേരോടും നിങ്ങൾ ചേ എന്ന വാക്ക് പോലും പറയരുത്. ചേ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, അല്ലേ? ചേ, അത് ചെയ്യേണ്ടായിരുന്നു. ആ വാക്ക് പോലും മാതാപിതാക്കളോട് പറഞ്ഞു പോകരുത്. ഇതിനപ്പുറം പറയാൻ മറ്റൊന്നില്ല ഖുർആനിൽ, ഇതിനപ്പുറം മറ്റൊരു പ്രയോഗമില്ല. അല്ലാഹുവാണ് പറയുന്നത്, ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ, അവർ രണ്ടുപേരോടും പരുഷമായി നിങ്ങൾ പെരുമാറരുത്. ഉമ്മയോട് ശബ്ദമെടുത്ത് സംസാരിക്കല്ലേ, ഉപ്പയോട് ശബ്ദമെടുത്ത് സംസാരിക്കല്ലേ. നീ എത്ര സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, നീ എത്ര സുജൂദ് ചെയ്തിട്ടുണ്ട്, നീ എത്ര ത്യാഗം ചെയ്തിട്ടുണ്ട്, നീ എത്ര വലിയ സാമൂഹിക പ്രവർത്തകനായിട്ടുണ്ട്, നീ എത്ര വലിയ ധാർമ്മിക വിപ്ലവത്തിന്റെ പടപ്പാട്ട് പാടുന്നവനായിട്ടുണ്ട്. ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് നീ എങ്ങാനും കയർത്ത് സംസാരിച്ചാൽ, ഉപ്പയുടെ മുഖം നോക്കിയിട്ട് നീ കയർത്ത് സംസാരിച്ചാൽ, അത് പടച്ചവന് പൊരുത്തമില്ല. അത് ഉമ്മാക്കല്ലാതെ അത് അല്ലാഹുവിന്റെ റസൂലിന് പൊരുത്തമില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്തെന്നറിയോ? വകുല്ലഹുമാ ഖൗലൻ കരീമാ, അവർ രണ്ടുപേരോടും മാന്യമായ നിലക്ക് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. സ്നേഹത്തിന്റെ വാക്കേ ഉമ്മയോട് പറയാൻ പാടുള്ളൂ. ചോദിക്കണേ വീട്ടിൽ പോയിട്ട്, ഉമ്മ നിങ്ങളെ മുടിയെന്തേ ഇത്ര വേഗം നരച്ചു പോയത്? ഉമ്മ നിങ്ങളുടെ ശരീരത്തിന്റെ തൊലി എന്തേ ഇത്ര വേഗം ചുരുണ്ടുപോയത്? എന്റെ സഹോദരങ്ങളെ, പാതിരാക്ക് 2 മണിക്ക് വരുന്ന മകനാണെങ്കിൽ നിന്റെ വീട്ടിലെ ഭാര്യ കിടന്നുറങ്ങിയിട്ടുണ്ടാകും, നിന്റെ മക്കള് കിടന്നുറങ്ങിയിട്ടുണ്ടാകും. നീ നിന്റെ വീട്ടിൽ പോയി വാതില് മുട്ടുമ്പോ, എന്റെ മകൻ എവിടെയാ ഉള്ളത് റബ്ബേ, എന്റെ മകന്റെ അവസ്ഥ എന്താ എന്ന് ചിന്തിക്കുന്നൊരു സഹോദരി വീട്ടിലുണ്ടെങ്കിൽ, അത് നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ അല്ല, നിന്റെ പ്രിയപ്പെട്ട തങ്കക്കുടമായ ഉമ്മയാ. ആ ഉമ്മയോട് കാരുണ്യത്തോടെ പെരുമാറാൻ ഖുർആൻ പറയുകയാ. എന്നിട്ട് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാ, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, കാരുണ്യത്തിന്റെ ചിറക് അവ രണ്ടുപേർക്കും നിങ്ങൾ അതേ ചൊരിഞ്ഞു കൊടുക്ക്, താഴ്ത്തി കൊടുക്കണോ. എന്നിട്ട് അല്ലാഹു പറയുകയാ, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അവ രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ പറയുകയാ. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അല്ലാഹുവേ അവ രണ്ടുപേർക്കും നീ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ പറയുമ്പോ, ഉമ്മയുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും എന്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ, ഉപ്പായായിട്ട് പിണങ്ങി
നിൽക്കുന്ന ആരെങ്കിലും എന്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സയ്യിദത്ത് മണവാട്ടിയുടെ ചാരത്ത് വന്നിട്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ല മക്കളെ. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പാനെ വെറുപ്പിച്ചിട്ട് ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഈ മഹദിയുടെ ചാരത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. അള്ളാന്റെ പൊരുത്തം വേണോ, റസൂലുള്ളാന്റെ പൊരുത്തം വേണോ? ഉമ്മാന്റെ പൊരുത്തം സമ്പാദിക്കണേ, ഉപ്പാന്റെ പൊരുത്തം സമ്പാദിക്കണേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, വൻദോഷങ്ങളെ കുറിച്ച് റസൂല് പഠിപ്പിച്ചപ്പോ കാല അൽ കബായിർ, ഏതാണ് വൻദോഷങ്ങൾ എന്നറിയോ? അശ്റുകു ബില്ലാഹ്, അതേ ബഹുദൈവാരാധന വലിയ വൻദോഷമാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വൻദോഷമാ. വഖതുലുൻ നഫ്സ്, കൊല നടത്തൽ വൻദോഷമാ. വൽയമീനുൽ ഗമൂസ്, കള്ളസത്യം ചെയ്യുന്നത് വൻദോഷമാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിച്ചതെന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. അല്ലാഹ് ഖുർആനിൽ പറയുന്നതെന്താ? വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. മനുഷ്യരോട് വസിയത്ത് ചെയ്തെന്ന ഖുർആൻ പറഞ്ഞത് ഹിന്ദുവിനോടോ മുസ്ലിമിനോടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോടോ ഷിൻഡോ മതക്കാരനോടോ അതേ ബുദ്ധമതക്കാരനോടോ മതമുള്ളവനോടോ ഇല്ലാത്തവനോടോ അല്ല. പിന്നെയോ ഖുർആൻ പറഞ്ഞത് ഇൻസാൻ, മനുഷ്യരോട് നാം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു വസിയത്ത് ചെയ്യുകയാണ്. വസിയത്ത് എന്ന് പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട്, അതിൽ ചിന്തിക്കാനുണ്ട്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ പറയാറില്ലേ, മരിച്ചാൽ ഉപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ട് ഉസ്താദേ, ഉമ്മ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ വസിയത്ത് ശറഇന് വിരുദ്ധമല്ലാത്തതെങ്കിൽ ഉസ്താദുമാര് പറയും ആ വസിയത്ത് നടത്തൽ നിർബന്ധമാണ്. വസിയത്ത് ചെറിയ വിഷയമല്ല. ഇത് മനുഷ്യനോട്, ഭൂമി ലോകത്ത് മനുഷ്യനായി പിറന്നവനോട് അല്ലാഹുവിന്റെ വസിയത്താ. വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യനോട് നമ്മൾ വസിയത്ത് ചെയ്തു. ബിവാലിദൈ, അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിലാണ് അല്ലാഹു വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹ് പഠിപ്പിച്ചു തരികയാണ് ആരാണ് നിന്റെ ഉമ്മ എന്നുള്ളത്. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. നിന്റെ ഉമ്മ എന്ന് പറയുന്നത് പ്രയാസത്തിന്റെ മേൽ പ്രയാസമായിട്ട് നിന്നെ ചുമന്നവനാ നിന്റെ ഉമ്മ. ഗർഭിണിക്ക് ഗർഭിണിക്ക് പ്രസവത്തിനെ കുറിച്ച് അറിയുകയുള്ളൂ. മക്കളെ ചുമന്നവർക്ക് പ്രസവത്തിന്റെ വേദന അറിയുകയുള്ളൂ. ഗർഭിണിയായ സ്ത്രീക്ക് വിഷമങ്ങൾ അറിയുകയുള്ളൂ. എന്നെയും നിങ്ങളെയും അതേ ഉമ്മയുടെ വയറ്റിൽ അങ്ങോട്ട് പേറിയപ്പോൾ, ഉമ്മയുടെ വയറ്റിൽ ഞാനും നിങ്ങളും കടന്നപ്പോ എത്ര നാളാ നമ്മുടെ ഉമ്മ ഉറക്കൊടിഞ്ഞത്. എന്റെ മുഅ്മിനേ, ഒരു ദിവസം ഉമ്മാക്ക് വേണ്ടി നമ്മൾ ഉറക്കൊടിഞ്ഞിട്ടുണ്ടോ? ഉമ്മ ഹോസ്പിറ്റലില്ല, മക്കള് 4 പേരുണ്ട്, 4 പേരും ചർച്ച ചെയ്യുകയാ. ഇന്നലെ ഞാനാ ഹോസ്പിറ്റലിൽ ഉമ്മയുടെ കൂടെ കിടന്നത്. ഇന്നലെ ഞാനാ ഹോസ്പിറ്റലിൽ ഉമ്മയുടെ കൂടെ കിടന്നപ്പോൾ, ഉമ്മയുടെ ചാരത്ത് കിടന്നപ്പോൾ
ഉമ്മയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് ഞാനാ. ഒരു പോള കണ്ണടച്ചിട്ടില്ല എന്ന് പറയുമ്പോ അതുകൊണ്ട് നാളെ എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഉമ്മാക്ക് 4 മക്കളുണ്ടല്ലോ, ഇന്നത്തെ ദിവസം നീ പോയിട്ട് നിക്കടാന്ന് പറയാൻ എന്റെ മുഅ്മിനെ നിനക്കെങ്ങനെയാ മനസ്സ് വരുന്നത്? ഒരു ദിവസം ഉമ്മക്ക് വേണ്ടി ഉറക്കൊഴിയുമ്പോൾ നമ്മളതിന്റെ പേരിൽ ചർച്ച ചെയ്യുകയാ. 9.5 മാസക്കാലം ഉറക്കൊഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും മോനെ നീ എനിക്ക് വേണ്ടി ഒന്ന് ഉറക്കൊഴിയണോന്ന് ഒരു ഉമ്മയും പറയാറില്ല. ഹോസ്പിറ്റലിലാണെങ്കിലും ഉമ്മ പറയുന്നത് എന്താ? മോനെ സമയം ഒരുപാട് വൈകിയിരിക്കുകയാ, നീ പോയിട്ട് ഉറങ്ങിക്കടാ, നീ പോയിട്ട് ഉറങ്ങിക്കടാ എന്ന് പറഞ്ഞിട്ട് ഒരുപോലെ കണ്ണടക്കാതെ ശരീരം ഇഞ്ചിഞ്ചായി വേദന കൊണ്ട് തളരുമ്പോഴോ വേദന കൊണ്ട് തകരുമ്പോഴോ സ്വന്തം മകനോട് ഉമ്മ പറയുന്നത് പോയിട്ട് ഉറങ്ങടാ. എന്റെ മുഅ്മിനേ, ഞാൻ ചോദിക്കട്ടെ, രാത്രികാലത്ത് ഉമ്മ പറയുകയാ തലവേദനയുണ്ട് മകന്, തലവേദനയുണ്ടെന്ന് പറഞ്ഞ് പാതിരാക്കി എഴുന്നേറ്റ് പോയിട്ട് നോക്കിയിട്ടുണ്ടോ? ഉമ്മാന്റെ തലവേദനക്ക് വല്ല സമാധാനവും ഉണ്ടോ? ഉമ്മാന്റെ തലവേദന കുറവുണ്ടോ? നോക്കാറില്ല. പക്ഷേ നമുക്ക് തലവേദന എന്ന് കേട്ടാൽ അന്നത്തെ ദിവസം ഉമ്മ ഉറങ്ങാറില്ല. എല്ലാം ഉമ്മ ഇങ്ങോട്ട് ചെയ്യുന്നു, പക്ഷെ ഉമ്മായോട് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നില്ല. ഗൾഫിലുള്ള സഹോദര, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഗൾഫുകാരുണ്ടാകും, ലൈവായി കേൾക്കുന്നവരുണ്ടാകും. ഉമ്മ ഹോസ്പിറ്റലിന്റെ 4 ചുമരുകൾക്കുള്ളില് രോഗം പിടിച്ച് വേദനിക്കുമ്പോഴാ പറയുന്നത്, ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ തപിക്കുന്ന മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ, പടച്ചവനെ എത്ര കാലമായി എന്റെ മകന് ഗൾഫിലേക്ക് പോയിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റൂലല്ലോ അല്ലാ. എന്റെ മകനെ കാണിക്കാതെ നീ എന്റെ കണ്ണടക്കല്ല റബ്ബേ എന്ന് പ്രിയപ്പെട്ട ഉമ്മ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. ഗൾഫിലേക്ക് മക്കൾക്ക് വിളിക്കുകയാ. ആ സമയത്ത് എടാ നീ പറയുന്നതെന്താ? എനിക്കിപ്പോൾ സമയമില്ല, എനിക്കിപ്പോൾ കച്ചവടത്തിന്റെ തിരക്കാ. ഉമ്മയില്ലാത്ത എന്ത് കച്ചവടമാ, ഉമ്മായുടെ സ്നേഹമില്ലാത്ത എന്ത് കച്ചവടമാ, എനിക്കിപ്പോൾ വരാൻ പറ്റൂല. അങ്ങനെ ഉമ്മയെങ്ങാനും ഐസിയുവിൽ വെച്ചുകൊണ്ട് മകനെ കാണാൻ ആഗ്രഹിച്ച് കാണാതെ മരിച്ചുപോയ ഉമ്മായുടെ മയ്യത്തെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ എനിക്കെന്റെ ഉമ്മയെ കാണണം, അവസാന നിമിഷമായിട്ട് എനിക്കെന്റെ ഉമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഒരു ദിവസമല്ല 2 ദിവസം പോലും ഫ്രീസറിൽ സൂക്ഷിക്കുകയാ ഉമ്മയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയോട് ഈ കടുങ്കൈ ചെയ്തു പോകരുത്, ഉമ്മയെ ഉപദ്രവിക്കല്ലേ. മാസങ്ങളോളം രോഗിയായിട്ട് ഉമ്മ കിടന്നിട്ട്, ഉപ്പ കിടന്നിട്ട് എടാ നിനക്ക് വരാൻ സമയമുണ്ടായിട്ടില്ല. മരിച്ചിട്ട് ഉമ്മയുടെ മയ്യത്ത് മറവാടാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ എനിക്കെന്റെ ഉമ്മയെ കാണണമെന്ന് പറയുന്നത് അത് ഉമ്മാന്റെ പൊരുത്തമല്ല, അത് ഉമ്മാന്റെ പൊരുത്തമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഉസ്രിഉ ബിൽ ജനാസ, മയ്യത്ത് അങ്ങനെ വെക്കാൻ പാടില്ല, അതേ ജനാസ കൊണ്ട് നിങ്ങൾ ഉളരണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഗൾഫ് രാജ്യത്തുള്ള മകന് പറയുകയാ എന്റെ ഉമ്മയെ എടുക്കല്ലേ, ഇത് ഉമ്മായോടുള്ള സ്നേഹമല്ല, ഇത് ഉമ്മായോടുള്ള സ്നേഹമല്ല. എന്റെ മുഅ്മിനെ, നിനക്ക് ഉമ്മയോട് സ്നേഹമുണ്ടോ? ആ ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് വന്നിട്ട് ഉമ്മയുടെ ഒരു തലോടലേൽക്കാൻ
ഒന്ന് നീട്ടിയിട്ട് ഉമ്മ എന്ന് വിളിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീയടാ ഉമ്മയോട് സ്നേഹമുള്ള ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഫിസാലുഹു ഫീ ആമീൻ. 2 വർഷം കൊണ്ടാണ് മുലകുടി നിർത്തുന്നത്. 2 വർഷം നിനക്ക് മുലകുടി നൽകുകയാ, മുലപ്പാല് നൽകുകയാ. അതിന്റെ കണക്ക് അല്ലാഹു പറയുകയാ. എന്റെ മുഅ്മിനേ, ഇതെല്ലാം പറഞ്ഞിട്ട് അല്ല എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? എന്റെ മുഅ്മിനേ, അതേ ഭാരത്തിന്റെ മേൽ ഭാരമായി, വേദനയുടെ മേൽ വേദനയായിട്ട് ഉമ്മ നിന്നെ ചുമന്നിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞത് എന്തിനെന്നറിയോ? ഒരു ഉത്ബോധനമാണ്, ഒരു മനസ്സ് തുറക്കലാണ്, ഒരു ചിന്തയുടെ ലോകം സൃഷ്ടിക്കലാ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞതെന്താ? അനിഷ്കുറുലീ, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ല പറയുകയാ, വബിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണേ. പരിശുദ്ധമായ ഖുർആൻ. ഉമ്മയെ മാറ്റിവെച്ച്, ബാപ്പയെ മാറ്റിവെച്ച് നിന്റെ ഈമാൻ പൂർണ്ണമാകില്ല, നിന്റെ ഇസ്ലാം പൂർണ്ണമാകില്ല. അതല്ലേ ഒരു സഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഹഖു ബിഹുസ്നി സുഹ്ബ, ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ ബന്ധം ചേർക്കേണ്ടത്? നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? 3000-ഉം 5000-ഉം ഫ്രണ്ട്ഷിപ്പുള്ളവരാ നമ്മൾ. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ വല്ലാത്ത ഫ്രണ്ട്ഷിപ്പാണ്. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്റെ സഹോദരങ്ങളെ, അറിയുമോ എന്ന് ചോദിച്ചൊരു വാർത്ത വരുമ്പോഴേക്ക്, ഒരു ഫോട്ടോ കാണുമ്പോഴേക്ക് അതേ ഒന്ന് ഹാഡ് ചെയ്യുകയാണ്. അതേ നിന്റെ ഫ്രണ്ട്ഷിപ്പായി മാറി. അഭിമാനിക്കുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടെന്ന്. പക്ഷേ നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആരാണെന്നറിയോ? നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആരാണെന്നറിയുമോ? വാട്സപ്പിലൂടെ കടന്നു വന്ന നിന്റെ കാമുകിയല്ല, വാട്സപ്പിലൂടെ കടന്നു വന്ന, ഫേസ്ബുക്കിലൂടെ കടന്നു വന്ന നിന്റെ ചങ്ങാതിയല്ല. ആരോടാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് നടത്താൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? ഉമ്മുക, നിന്റെ ഉമ്മയാ, ഉമ്മയാണ്, ഉമ്മയാണ്. സുമ്മ ഉമ്മുക, സുമ്മ ഉമ്മുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് 3 പ്രാവശ്യം, നിന്റെ ഉമ്മയാ, ഉമ്മയാണ്. അതേ ബന്ധം ചാർത്താൻ ഏറ്റവും നല്ലത്. 4മതായിട്ടാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നിന്റെ പിതാവാ. 3 നേരവും 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിന്റെ ഉമ്മയെന്ന് പറയുമ്പോ, എന്റെ മുഅ്മിനേ, ആ ഉമ്മയുടെ വില ഇന്ന് നമുക്കറിയണമെങ്കിൽ, ഉപ്പായുടെ വില അറിയണമെങ്കിൽ, ഉമ്മ നമ്മോട് വിട പറഞ്ഞു പോകണം, ഉപ്പ നമ്മോട് വിട പറഞ്ഞു പോകണം. ഉമ്മ മരണപ്പെട്ടു പോയവർ ഈ കൂട്ടത്തിലുണ്ടാകാ, ഉപ്പ മരണപ്പെട്ടു പോയവർ ഈ കൂട്ടത്തിലുണ്ടാകാ. അവർക്കറിയാം ഉമ്മയില്ലാത്ത വീടിന്റെ അന്തരീക്ഷം, ഉപ്പയില്ലാത്ത വീടിന്റെ അന്തരീക്ഷം. വീട്ടിൽ നിന്ന് ഐശ്വര്യമാണ് നഷ്ടപ്പെടുന്നത്, വീട്ടിന്റെ വിളക്കാണ് ഉമ്മ. വീടിന്റെ സൂര്യൻ ഉമ്മയാണെങ്കിൽ വീടിന്റെ ചന്ദ്രൻ ബാപ്പയാ. വീടിന്റെ ചന്ദ്രൻ ഉമ്മയാണെങ്കിൽ വീടിന്റെ സൂര്യൻ ബാപ്പയാ. വീടിന്റെ വിളക്കാണ് ഉമ്മ. ആ വിളക്കെങ്ങാനും അണഞ്ഞു പോയാൽ പിന്നെ എന്ത് ജീവിതമാണ്? നിങ്ങൾക്കറിയില്ലേ, ഒരിക്കൽ അസ്മാ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, വഅൻ അസ്മാ ബിൻതി അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ്
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാ. അസ്മാ ബീവി പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഖാലത്ത് അലയ്യ ഉമ്മീ വഹിയ റാഗിബാ. എന്റെ സഹോദരങ്ങളെ, ഖദിമത്ത് അലയ്യ ഉമ്മി വഹിയ മുശ്രിക ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട് നബിയേ. എന്റെ ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. എന്റെ ഉമ്മ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ആ ഉമ്മയുമായിട്ട് എനിക്ക് കുടുംബ ബന്ധം ചേർക്കാൻ പറ്റുമോ നബിയേ? ഉമ്മ എന്റെ അടുക്കൽ വന്നത് മകളെ കാണണമെന്ന് വിചാരിച്ചിട്ടല്ല, മകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നാഗ്രഹിച്ചിട്ടാ എന്റെ ഉമ്മ എന്റെ അടുക്കലേക്ക് വന്നത്. അഫഅസിലു ഉമ്മി, എന്റെ ഉമ്മയുമായിട്ട് ബന്ധം ചേർക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? നഅം മദസിലി ഉമ്മക്കി, നിന്റെ ഉമ്മയോട് നീ കുടുംബ ബന്ധം പുലർത്തുക, അത് നിന്റെ ഉമ്മയാ. എന്റെ ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പൊയ്യത്ത് വയലിലെ കൃഷ്ണൻ എന്ന് പറയുന്നൊരു ഹിന്ദു സഹോദരൻ പരിശുദ്ധമായ ഇസ്ലാം മതം വിശ്വസിച്ചു എന്ന് സങ്കല്പിക്കുക. അയാള് പൊന്നാനിയിൽ പോയിട്ട് ഇസ്ലാമിക കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നു എന്ന് നാം സങ്കല്പിക്കുക. എന്നിട്ട് ഈ പൊയ്യത്ത് വയലിലെ ജുമാഅത്ത് പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വന്നെന്ന് സങ്കല്പിക്കുക. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അത് ഇന്നലെ കൃഷ്ണനായ ഇന്ന് മുഹമ്മദായ ചെറുപ്പക്കാരന് നിസ്കാരം കഴിഞ്ഞിട്ട് 33 പ്രാവശ്യം സുബ്ഹാനല്ലാ എന്ന് പറയലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോഴാ ഈ പഴയ കൃഷ്ണൻ, ഇന്ന് മുഹമ്മദായ കൃഷ്ണൻ, ആ കൃഷ്ണന്റെ മൊബൈലിൽ ഒരു മിസ് കോൾ വരികയാ. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്ക് കൃഷ്ണന്റെ മാതാവ് വെള്ളച്ചിയാ. ആ വെള്ളച്ച് പറയുന്നു, മകനെ ഒന്നിങ്ങോട്ട് വരണേ, എനിക്കൊന്ന് നിന്നെ കാണണമെന്ന് ഒരു അമ്മയെങ്ങാനും വിളിച്ചു പറഞ്ഞാൽ, ഇന്നലെ വരെ കൃഷ്ണനായിട്ട് ഇന്ന് മുഹമ്മദായിട്ട് പൊയ്യത്ത് വയലില് ജുമാഅത്ത് പള്ളിയിൽ തസ്ബീഹ് പറയുമ്പോഴാ അമ്മ വിളിച്ചതെങ്കില് ആ തസ്ബീഹ് നിർത്തിയിട്ട് അമ്മയുടെ ചാരത്ത് പോയിട്ട്, പ്രിയപ്പെട്ട അമ്മേ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കേണ്ടത് അവന് നിർബന്ധമാണെന്ന് പഠിപ്പിക്കുന്ന പ്രത്യശാസ്ത്രമാണ് ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവന്റെ അമ്മ കടന്നു വന്നിട്ടില്ല, എന്നാലും ആ അമ്മയെ സ്നേഹിക്കണമെന്നോ, ആ അമ്മക്ക് ചെലവിന് കൊടുക്കണമെന്നോ, ആ അമ്മയോട് സ്നേഹമുണ്ടാകണമെന്നോ, ആ അമ്മ വിളിച്ചാൽ അനുസരിക്കണമെന്നും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. തീവ്രത പഠിപ്പിച്ചിട്ടില്ല, വർഗീയത പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കൊണ്ട്, എടാ നിന്റെ അമ്മ ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട്, നിന്റെ അച്ഛൻ ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട് അവരുമായിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അസ്മാ ബീബി റളിയല്ലാഹു തആല അൻഹയ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഉമ്മ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല നബിയേ, ആ ഉമ്മ എന്തോ ആവശ്യത്തിന് വന്നിരിക്കുകയാ, ആ ഉമ്മയുമായിട്ട് ബന്ധം ചാർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സകലമാന വർഗീയതയുടെ മതിൽക്കെട്ടുകൾ തച്ചുടച്ച സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, നന്മയുടെ പൂത്തുലയുന്ന വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച ലോക മുസൽമാന്റെ നെഞ്ചിലെ ചോരയായ, ഉറക്കെ പറയൂ മക്കളെ, മുഹമ്മദ് മുസ്തഫ. എന്തൊരു ആശയമാണ്! പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ആ കടന്നു വന്നവന്റെ അമ്മ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും അത് നിന്റെ അമ്മ തന്നെയാ, അത് നിന്റെ ഉമ്മ തന്നെയാ എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സമാധാന അന്തരീക്ഷത്തിന്റെ നവ്യമായ പുതുച്ചാല് കീറിയ ലോകത്തെ നമ്പർ 1 മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. എവിടെയാ വർഗീയതയുള്ളത്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അമ്മയായാലും ഉമ്മയായാലും
നൊന്ത് പെറ്റ സ്ത്രീ അത് ഉമ്മ തന്നെയാ, അത് മാതാവ് തന്നെയാ. അതാണ് ഹൈന്ദവ ദർശനം പഠിപ്പിച്ചത്. സത്യം വദ ധർമ്മം ചര, സത്യം പറയണം, ധർമ്മം ചെയ്യണം. സത്യം വദ ധർമ്മം ചര, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ അതിഥി ദേവോ ഭവ. മാതാവിനെയും പിതാവിനെയും അതിഥികളെയും ദൈവത്തെ പോലെ കാണണമെന്ന് ഹൈന്ദവർ പറയുകയാണ്. നമുക്കങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലോ, കാരണം അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വിശ്വസിക്കുന്നവരാ നമ്മള്. ഏത് മതം എടുത്തു നോക്കിയാലോ അമ്മയുടെ വില പറഞ്ഞിട്ടുണ്ട്, ഉമ്മയുടെ വില പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ബാപ്പയുടെ വില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണേ, ഉമ്മായ വെറുപ്പിക്കല്ലേ. കണ്ടില്ലേ സർവ മതങ്ങളിലോ, അതുപോലെ തൗറാത്തിൽ, ഇഞ്ചീലിൽ, സബൂറിൽ, ഫുർഖാനിൽ മുഴുവൻ അമ്പിയാക്കളും ഉമ്മയുടെ മഹത്വം പറഞ്ഞവരാ, ഉപ്പയുടെ മഹത്വം പറഞ്ഞവരാ. കണ്ടില്ലേ സലാസു ആയാത്തിൻ നസലത് മഖറൂനാ ബിസലാത്ത്. മൂന്ന് ആയത്തുകളുമായിട്ട് യോജിച്ചതാണ്. ലാ യഖ്ബലുല്ലാഹു വാഹിദത്തും മിൻഹുന്ന ബിഗൈരി ഖരീനതിഹാ. അതിൽ നിന്ന് ഒന്ന് സഹിയാകണമെങ്കിൽ മറ്റൊന്നുകൊണ്ട് സഹിയാകണം. ശ്രദ്ധിച്ചോ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വഅഖീമുസ്സലാ, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണം എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞതെന്താ? വആത്തുസ്സകാ, സകാത്ത് നിങ്ങൾ കൊടുക്കണം. നിസ്കരിച്ചാൽ മാത്രം പോരാ, നിസ്കരിച്ചാൽ മാത്രം പോരാ, സകാത്ത് കൊടുക്കണമെന്ന് ഖുർആൻ. സകാത്ത് കൊടുത്താൽ മാത്രം പോരാ, നിസ്കരിക്കുകയും ചെയ്യണമെന്നാണ്. രണ്ടാമത് പറഞ്ഞതെന്താ? വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ. അല്ലാഹുവിനെ മാത്രം വഴിപ്പെട്ടാൽ പോരാ, റസൂലിനെയും വഴിപ്പെടണം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മുസ്ലിമാകുന്നില്ല. അവൻ പറയണം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മുഅ്മിനാകുന്നില്ല. അവൻ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനിയും കേൾക്കണോ, അല്ലാഹ് പറഞ്ഞു അനിഷ്കുറുലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് അല്ലാഹ് പറഞ്ഞപ്പോ വലിവാലിദൈ, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. മാതാപിതാക്കൾക്ക് മാത്രം നന്ദി ചെയ്താൽ പോരാ, അല്ലാഹുവിന് നന്ദി ചെയ്യണം. അല്ലാഹുവിന് മാത്രം നന്ദി ചെയ്താൽ പോരാ, മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണോ. എൻ്റെ മുഅ്മിനേ, കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, 6 കാര്യങ്ങളാൽ ശപിക്കപ്പെട്ടവർ, ശാപം ലഭിച്ച 6 ആളുകൾ ആരാണെന്നറിയോ? ഒന്ന് ബാപ്പയെ ശപിച്ചവരാ. എൻ്റെ മുഅ്മിനേ, ഉപ്പാനെ എങ്ങാനും നീ ശപിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് നിന്നെ ശപിക്കുന്നതാ. 2 ഉമ്മയെ ശപിച്ചവരാണ്. ഉമ്മയെ ഒരാള് ശപിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിന്നെ ശപിക്കുന്നതാ. മൂന്നാമത്തത് വഴിമുടക്കിയവരാണ്. വഴിമുടക്കിയവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകും. നിന്റെ വീട്ടിന്റെ മുറ്റത്തിലൂടെ ഒരാള് നിസ്കരിക്കാൻ പോവുകയാ, മുഅ്മിനാണ്, മുസ്ലിമാണ്, അയൽവക്കമുള്ളവനാണ്, ബന്ധമുള്ളവനാണ്. എൻ്റെ സഹോദര, ചാര് കസാരയിലിരുന്നിട്ട് നീ എത്ര നിസ്കരിച്ചിട്ടെന്തേ നീ ആ മുഅ്മിനിനോട് പറയാൻ? വഴി എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഒന്ന് നടന്നു പോയപ്പോ നീ ഗേറ്റ് അടച്ചു, ഇനി മുതൽ ഇതിലൂടെ പോകാൻ പാടില്ല, വഴി
വഴിമുടക്കുന്നവൻ ഈ വഴിമുടക്കിയത് കൊണ്ട് അവന്റെ വീട്ടിലേക്ക് അവന് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ വഴിമുടക്കിയ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുന്നതാ. എങ്ങനെയാ നിനക്ക് വഴിമുടക്കാൻ തോന്നുന്നത്? അള്ളാഹു എങ്ങാനും നിന്റെ വഴിമുടക്കിയാൽ, നീ വെള്ളം കുടിക്കുമ്പോ പടച്ചവനെങ്ങാനും നിന്റെ തൊണ്ടയിൽ ഒരു തടസ്സം നൽകിയാൽ, നീ കഴിക്കുന്ന ഭക്ഷണം വയറ്റിൽ വെച്ച് അള്ളാഹു ബ്ലോക്കാക്കി മാറ്റിയാൽ, ആരാ നിനക്ക് വഴി നൽകുന്നത്? എങ്ങനെയാ നിനക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നത്? എങ്ങനെയാ നിനക്ക് വിസർജിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് മുസ്ലിമേ, നീ വഴിമുടക്കിയാൽ അള്ളാഹു നിന്റെ വഴിമുടക്കുകയാ. 4 അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാ. അന്ധനെ വഴി പിഴപ്പിച്ചവനെ, കണ്ണ് കാണാത്തവന് വേറെ വഴി പറഞ്ഞു കൊടുക്കുക, എന്നിട്ടവനെ കഷ്ടത്തിലാക്കുക. 5 അള്ളാഹുവിന്റെ പേരല്ലാത്തത് കൊണ്ട് അറുത്തവനാ. 6 ഭൂമിയുടെ അതിരുകൾ മാറ്റിമറിച്ചവനാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, രാത്രികാലത്ത് സർവേ കല്ലും എല്ലാം എടുത്തിട്ട് മാറ്റി വെക്കുക, എന്നിട്ട് തോണ്ടിയിട്ട് സ്ഥലം കൂടുതലാക്കുക. അതേ അള്ളാന്റെ റസൂല് പറയുകയാ, ഭൂമിയുടെ അതിരുകൾ മാറ്റിമറിച്ചവന് അവന് അള്ളാന്റെ ശാപമുണ്ട്. അതുകൊണ്ട് മുഅ്മിനെ, നമ്മുടെ വിഷയം ബാപ്പാനെ ശപിക്കല്ലേ. ബാപ്പാനെ ശപിച്ച് ഉമ്മാനെ ശപിച്ച് എന്റെ മുഅ്മിനെ ഒരിക്കലും കഴിയില്ല, ഒരിക്കലും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. സ്വർഗം നിങ്ങൾക്ക് വേണോ? സ്വർഗത്തിലെ കള്ളാലൊഴുകുന്ന തേനാലൊഴുകുന്ന സ്വർഗീയ ഭൂമി നിങ്ങൾക്ക് വേണോ? ഉമ്മാന്റെ പൊരുത്തം വേണേ, ഉപ്പാന്റെ പൊരുത്തം വേണേ. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചില്ലേ, ഇന്നല്ലാഹ തആല നദറ ഇലൈഹിം വഅഫാ അൻഹും വഗഫറ ലഹും ഇല്ലാ 4 വിഭാഗമല്ലാത്ത എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. അല്ലാഹു അവരെ നോക്കുന്നതാ. ആരാണ് പടച്ചവന്റെ പൊരുത്തം കിട്ടാത്ത 4 വിഭാഗം? അല്ലാഹു നോക്കാത്ത 4 വിഭാഗമാരാണെന്നറിയോ? 1 മുദ്മിനിൽ ഖംർ, പതിവായി കള്ള് കുടിക്കുന്നവനാ. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമകളാകുന്നവരെ അള്ളാന്റെ നോട്ടം നിന്നിലില്ല. കഞ്ചാവിന്റെ അടിമകളാകുന്നവരെ, ഇന്നലെ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്രേ, 12,000 രൂപയുടെ ഒരു ഇലയുണ്ട്. സുബ്ഹാനല്ലാഹ്, 12,000 രൂപ കൊടുത്താൽ ചെറിയൊരു ഇല കഷ്ണം കിട്ടും. അത് നാവിന്റെ അടിയിൽ വെച്ചാൽ പിന്നെ 6 മണിക്കൂറോളം അവന് ഈ ദുന്യാവുമായിട്ട് ബന്ധമില്ല. അവന് തുണി ഉരിയാൻ തോന്നും, അവന് നഗ്ന നൃത്തം ചവിട്ടാൻ തോന്നും. 12,000 രൂപ കൊടുത്തിട്ട് നാവിന്റെ അടിയിൽ എന്റെ സഹോദരങ്ങളെ കഞ്ചാവിന്റെ ഇലകൾ വെച്ചിട്ട് ഈ ദുന്യാവിന്റെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരില്ലേ? അല്ലാഹു എങ്ങാനും നിന്റെ നാവിന് ക്യാൻസർ തന്നാൽ അതോടെ നിന്റെ എല്ലാ കഞ്ചാവുകളും, നിന്റെ എല്ലാ ലഹരി പദാർത്ഥങ്ങളും, നിന്റെ എല്ലാ മദ്യങ്ങളും തകർന്നു പോയില്ലേ? എന്റെ മുഅ്മിനെ, പടച്ചോന് നോക്കൂല, അള്ളാന്റെ പൊരുത്തം കിട്ടൂല. രണ്ടാമതായി അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ? വാകുലി വാലിദൈ, മാതാപിതാക്കളെ ആര് വെറുപ്പിച്ചോ, ഉപ്പാന്റെ പൊരുത്തം നിനക്കില്ലേ, ഉമ്മാന്റെ പൊരുത്തം നിനക്കില്ലേ? കൊട്ടാരം ഉണ്ടായിട്ട് കാര്യമില്ലടാ, കൊട്ടാര സമാനമായ വാഹനം ഉണ്ടായിട്ട് കാര്യമില്ല, സുന്ദരിയായ ഭാര്യയുണ്ടായിട്ട് കാര്യമില്ല. പടച്ചോന്റെ പൊരുത്തം നിനക്കില്ലെങ്കിൽ, അല്ലാഹു നിന്നെ കാരുണ്യത്തിന്റെ നോട്ടം കൊണ്ട് നോക്കിയില്ലെങ്കിൽ, പിന്നെ ഈ ദുന്യാവിൽ ജീവിച്ചിട്ടെന്താ മോനെ ഫലം? അതുകൊണ്ട് നീ ഉമ്മാക്ക് എത്ര ത്യാഗം ചെയ്താലോ, ഉമ്മാക്ക് നീ എത്ര ചെലവ് ചെയ്താലോ, അതൊരിക്കലും കണക്കാക്കാൻ പറ്റൂല, കണക്ക് പറയാൻ പറ്റൂല. ഉമ്മാക്ക് മാസത്തിൽ, അതേ ഉമ്മാക്ക് മാസത്തിൽ കാശ് കൊടുത്തയച്ച് കണക്ക്
പറയുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യക്ക് ഹോസ്പിറ്റലിൽ 1.5 ലക്ഷം ചെലവായപ്പോൾ നീ കടം വാങ്ങിയിട്ട് കൊടുക്കുകയാ. എത്ര കാശായാലും കുഴപ്പമില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ഹോസ്പിറ്റലിൽ 5000 രൂപയാകുമ്പോഴേക്ക് ഉമ്മാക്ക് കൊടുത്തതിന് വേണ്ടി അതേ മുഖം ചുളിച്ചു പോകുന്ന ചെറുപ്പക്കാരാ, എന്താണ് നീ നേടാൻ പോകുന്നത്? ഉമ്മാക്ക് വേണ്ടി എത്ര ചെലവഴിച്ചാലോ കണക്ക് പറയല്ല മോനെ, കണക്ക് കൂട്ടല്ല മോനെ. ആ ഉമ്മാന്റെ സ്നേഹം നിനക്ക് കിട്ടിയാൽ നീ ദുനിയാവിൽ വിജയിച്ചവനാ, അതേ നീ ആഖിറവും വിജയിച്ചവനാ. അതല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്, ഉമ്മയുടെ കാലിന്റെ കീഴിലാ സ്വർഗ്ഗമുള്ളത്. ഉമ്മാന്റെ പൊരുത്തം കിട്ടിയാലാ സ്വർഗമുള്ളത്. എന്റെ മുഅ്മിനേ, നാലാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാരാ? പടച്ചവൻ നോക്കാത്ത അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാത്ത വിഭാഗം, വഖാതിഉർ റഹിം, കുടുംബ ബന്ധം മുറിച്ചവനാ. എന്റെ മുഅ്മിനേ, മൂന്നാമത് വഖാതിഉർ റഹിം, കുടുംബ ബന്ധം മുറിച്ചവനാ. 1 പതിവായി മദ്യപിക്കുന്നവൻ, 2 മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, 3 കുടുംബ ബന്ധം മുറിച്ചവൻ, 4 വമശാഹിർ, കുഴപ്പമുണ്ടാക്കുന്നവനാ, പിണങ്ങി നിൽക്കുന്നവനാ. ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമനിൽ മശാഹിൻ, ആരാണ് നബിയേ മശാഹിൻ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുവൽ മസാരിഫ് യഅനി അല്ലദീ ലാ യുകല്ലിമു അഖാഹു ഫൗക 3 അയ്യാം. തന്റെ സഹോദരനോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയവനാ. ഈ 4 വിഭാഗങ്ങൾക്ക് പടച്ചോന്റെ പൊരുത്തമില്ല. ഈ 4 വിഭാഗങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണയില്ല. ഈ 4 വിഭാഗങ്ങളിലേക്ക് അല്ലാഹു നോക്കുകയില്ല. എന്റെ മുഅ്മിനേ, ഇസ്ലാം 10 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഉമ്മയോട് ചെയ്യേണ്ട 10 കാര്യങ്ങള്, ഉപ്പയോട് ചെയ്യേണ്ട 10 കാര്യങ്ങള്. 1, ശ്രദ്ധിച്ചോ, ഭക്ഷണം ആവശ്യപ്പെട്ടാൽ അവരെ ഭക്ഷിപ്പിക്കലാ. ഉമ്മ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാതെ നീ കഴിക്കാൻ പാടില്ല. ഉപ്പാക്ക് ഭക്ഷണം കൊടുക്കാതെ നീ കഴിക്കാൻ പാടില്ല. 2 വസ്ത്രം ആവശ്യപ്പെട്ടാൽ അതിന്റെ മേൽ കഴിവുണ്ടെങ്കിൽ നീ വസ്ത്രം ധരിപ്പിക്കുക. 3 സേവനം ആവശ്യപ്പെട്ടാൽ സേവനം ചെയ്യുക. 4 ഇദാ ദആ അജാബഹു വഹളറാ, ഉപ്പ വിളിച്ചാൽ ഉമ്മ വിളിച്ചാൽ നീ ഹാളിറാവുക. 5 ഒരു കാര്യം കൽപ്പിച്ചാൽ ദോഷകരമല്ലാത്തതാണെങ്കിൽ നീ അതിന് വഴിപ്പെടുക. 6 മയമായ നിലയിൽ സംസാരിക്കുക. 7 അവരുടെ പേര് കൊണ്ട് വിളിക്കാതിരിക്കുക. ഉമ്മയുടെ പേര്, എന്റെ സഹോദരങ്ങളെ, ആസിയ എന്നാണെങ്കിൽ ആസിയ എന്ന് വിളിക്കരുത്, മറിയം എന്ന് വിളിക്കരുത്. ഉമ്മ എന്ന് തന്നെ ഉമ്മയെ വിളിക്കണം. ഇഞ്ഞ എന്ന് വിളിക്കല്ലേ, ഇത്താത്ത എന്ന് വിളിക്കല്ലേ. ഉമ്മയെ ഉമ്മ എന്ന് തന്നെ വിളിക്കണം. പ്രിയപ്പെട്ടവരെ, അവരുടെ പിന്നിൽ നടക്കുക. 9, നിനക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇഷ്ടപ്പെടലും നീ വെറുത്തത് അവർക്ക് വേണ്ടി വെറുക്കലോ. 10, സ്വന്തം ശരീരത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ഉമ്മാക്ക് ദുആ ചെയ്യലാ. പടച്ചവനെ, എനിക്ക് ദീർഘായുസ് തരണയല്ലാ, എനിക്ക് ഈമാൻ നൽകണയല്ലാ എന്ന് ദുആ ചെയ്യുമ്പോ ഉമ്മാനെ മറക്കല്ലേ, ഉപ്പാനെ മറക്കല്ലേ. ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ എന്തേ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാത്തത്? എന്തേ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ,
മാസങ്ങളോളം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, വർഷങ്ങളോളം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പിതാവ്, പ്രിയപ്പെട്ട മാതാവ് ഖബറിൽ കിടക്കുമ്പോ വെള്ളിയാഴ്ച ജുമാക്ക് വന്ന് നിസ്കരിച്ചിട്ട് ഓടുന്ന മക്കളെ, അതേ നിന്റെ ഉമ്മ എവിടെ കിടക്കുമ്പോ, ഉപ്പ എവിടെ കിടക്കുമ്പോ അവിടെ പോയിട്ടൊരു സലാം പറയാ, അവിടെ പോയിട്ട് ഉമ്മാക്ക് ദുആ ചെയ്യാൻ, ഉപ്പാക്ക് ദുആ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ചില സഹാബാക്കളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, തർക്കു ദുആഇൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കുന്നത് യളീകുൽ ഗൈസ അലൽ വലദി, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകോ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടാകോ. 10 കടമകളാണ് മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ടതെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും 3 കടമകളെയുള്ള മക്കളോട് ഏതാണ് അതെന്നറിയുമോ? അന്ന് അയ്യുഹ്സിന ഇസ്മുഹു ഇദാ വലിദ, പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ല പേര് വെക്കൽ ഉപ്പാന്റെ കടമയാ. പിതാവിന്റെ കടമകൾ 3 എണ്ണമാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നല്ല പേര് വെക്കലാ. രണ്ടാമത്തത് അവർക്ക് ബുദ്ധിയും പക്വതയും ഉണ്ടാകുമ്പോ ഇൽമ പഠിപ്പിക്കലാ. 3 അവർക്ക് പ്രായമെത്തിയാൽ കല്യാണം കഴിച്ചു കൊടുക്കലാ. ഈ 3 കാര്യമാണ് പിതാവിനുള്ളത്. പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കാറുണ്ടോ? ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് മക്കളോടുള്ള സ്നേഹം കിട്ടോ? എന്റെ സഹോദരങ്ങളെ, ചെറുപ്പത്തിലെ പിടിച്ചുകൊണ്ടുപോയി, ചെറുപ്പത്തിലെ നാം ആരെയാണ് ഏൽപ്പിക്കുന്നത്? വീട്ടിൽ വേലക്കാരി വെച്ചിട്ട് ആയമാരെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ. അതുകൊണ്ട് ഉപ്പയുടെ ഉമ്മയുടെ സ്നേഹം മക്കൾക്ക് കിട്ടാറില്ല. എന്റെ സഹോദരങ്ങളെ, ആ സ്നേഹം മക്കൾക്ക് കിട്ടാത്തത് കൊണ്ടാ നമ്മുടെ മക്കള് എന്റെ മുഅ്മിനെ നേഴ്സുമാരെ ഏൽപ്പിക്കുന്നത്. പ്രായമുള്ളപ്പോൾ വൃദ്ധസദനങ്ങളിൽ കാശ് കൊടുത്തിട്ട് ഉപ്പമാരെ ഏൽപ്പിക്കുന്നത്, ഉമ്മമാരെ ഏൽപ്പിക്കുന്നത്. എത്ര സംഭവങ്ങളാ വൃദ്ധസദനത്തിൽ! എത്രയെത്ര നഫീസമാരാ ഉള്ളത്, എത്ര ആയിഷമാരാ ഉള്ളത്. എന്റെ മുഅ്മിനെ, അവരുടെ കണ്ണുനീര് കൊണ്ട് കുതിർന്ന ഭൂമിയായി മാറിയിരിക്കുകയാ. അതുകൊണ്ട് എന്റെ മുഅ്മിനെ, ആ ഉമ്മാക്ക് പകരം വെക്കാൻ, ഉപ്പാക്ക് പകരം വെക്കാൻ ലോകത്തൊന്നുമില്ലടാ. ചില ആള് പറയാറുണ്ട്, ഞാൻ എന്റെ ഉമ്മക്ക് 50 പവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഉമ്മക്ക് ഞാൻ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഉമ്മക്ക് ഞാൻ വലിയ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നീ 50 അല്ല 100 പവൻ കൊടുത്താലോ, നീ വലിയ 2 കോടിയുടെ വീടുണ്ടാക്കി കൊടുത്താലോ, ഉമ്മാക്ക് യാത്ര ചെയ്യാ നീ വലിയ വാഹനം ഉണ്ടാക്കി കൊടുത്താലോ, ആ ഉമ്മ നൽകിയ അമ്മിഞ്ഞിപ്പാലിന് പകരം നൽകാൻ, നിനക്ക് നൽകിയ അമ്മിഞ്ഞിപ്പാലിന് പകരം നൽകാൻ ലോകത്തൊന്നുമില്ലടാ. അതുകൊണ്ട് സ്വർഗം വേണോ? മാതാപിതാക്കളെ പൊരുത്തം നാം സമ്പാദിക്കണേ. മാതാപിതാക്കളുടെ പൊരുത്തം നാം സമ്പാദിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കണ്ടില്ലേ, നിങ്ങൾ ഒരുപാട് കേട്ട ചരിത്രമാണെങ്കിലോ ഞാനൊന്ന് പറയട്ടെ, ചിന്തിക്കാൻ വേണ്ടി ഒന്ന് പറയട്ടെ. മഹാനായ അൽഖമ റളിയല്ലാഹു, ആരാ മക്കളെ? അൽഖമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അന്യായിയ സഹാബിയ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട സഹാബിയ. ആ സഹാബിന്റെ ഭാര്യ വരികയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വരികയാ. ഇന്ന സൗജി ഫിന്നസഇ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് മരണത്തിന്റെ വെപ്രാളത്തിലാ, എന്റെ ഭർത്താവ് മരണത്തിന്റെ ശയ്യയിലാ.
എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല, എത്ര പറഞ്ഞു കൊടുത്താലും പറയാൻ കഴിയുന്നില്ല. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ, അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ, സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. ഈ മൂന്ന് സഹാബാക്കളെയും വിളിച്ചിട്ട് അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അയക്കുകയാ. എന്നിട്ട് ഈ മൂന്ന് സഹാബാക്കളും അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമയുടെ നാവനക്കാൻ കഴിയുന്നില്ല, അൽഖമക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. ഈ മൂന്ന് സഹാബാക്കളും തിരിച്ചു വരികയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല നബിയേ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ അൽഖമ റളിയല്ലാഹു തആല അൻഹയുടെ ഭാര്യയോട് ചോദിക്കുന്നത്, അല്ലഹു അബ്ബവാർ, അൽഖമാക്ക് മാതാപിതാക്കളുണ്ടോ? അൽഖമായുടെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ സമയത്താണ് അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാ, അമ്മാ അബൂഹു ഫഖദ് മാത. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ നേരത്തെ മരിച്ചിരിക്കുകയാ. അൽഖമ റളിയല്ലാഹു അൻഹുവിന് ഇപ്പോൾ ബാപ്പ ജീവിച്ചിരിപ്പില്ല. വലഹു ഉമ്മു കബീറത്തുസ്സിന്ന്, പ്രായമുള്ള ഒരു ഉമ്മയുണ്ട്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് വയസ്സായൊരു ഉമ്മയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ ഉമ്മയോട് പോയിട്ട് പറയണേ, അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ട്. ഉമ്മാക്ക് പകരം വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വാർദ്ധക്യ സഹജമായ കാരണം കൊണ്ട് ഉമ്മാക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയണേ. ഈ വിഷയം ഉമ്മാനോട് പറയുകയാ. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് പറഞ്ഞപ്പോ ഉമ്മ പറയുന്നു, എന്റെ ഹബീബ് എന്റെ അടുക്കൽ വരണ്ട, ഞാൻ അങ്ങോട്ട് പോകാം. എന്റെ ഹബീബ് എന്നെ വിളിച്ചോ, എന്റെ റസൂൽ എന്നെ വിളിച്ചോ. ഒരു വടിയും കുത്തിയിട്ട് പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് എത്തിയപ്പോ ചോദിക്കുകയാ, ഹബീബേ എന്നെ വിളിച്ചോ നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്, അൽഖമയും നിങ്ങളുമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അൽഖമയും നിങ്ങളുമായിട്ട് പിണക്കത്തിലാണോ? ആ സമയത്താണ് അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അലൈഹി സാഖിതത്തുൻ വാഹിദ, ഞാൻ എന്റെ മകന് ഒരു ദിവസം ദേഷ്യപ്പെട്ടിട്ടുണ്ട് നബിയേ, ഒരൊറ്റ പ്രാവശ്യം വെറുത്തിട്ടുണ്ട് നബിയേ, അതിന് ശേഷം വെറുത്തിട്ടില്ല നബിയേ. ഇത് മാത്രമാണ് ഞാനും എന്റെ മകനുമായിട്ട് തമ്മിൽ പ്രശ്നമുള്ളത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബിലാലെ വിറക് കൊണ്ടുവരൂ, ബിലാൽ, സൽമാനെ വിറക് കൊണ്ടുവരൂ. എന്റെ മുഅ്മിനേ, ആ സമയത്ത് ഉമ്മ ചോദിക്കുകയാ, എന്തിനാ നബിയെ വിറക്? വിറക് എന്തിനാണെന്നറിയോ? അൽഖമാന വിറക് കൂട്ടത്തിലിടുകയാ, അൽഖമാന തീക്കനലിലിടുകയാ. ആ സമയത്ത് മാതൃഹൃദയം പൊട്ടുകയാ, ഉമ്മാന്റെ ഹൃദയം പൊട്ടുകയാ. യാ റസൂലല്ലാഹ്, എന്റെ മകനെ തീയിലിടല്ല നബിയേ, എന്റെ മകനെ ശിക്ഷിക്കല്ലേ. എന്റെ മകന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാ, പരിപൂർണ പൊരുത്തം കൊടുത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് മൂന്ന് സഹാബാക്കളെ വീണ്ടും അയക്കുകയാ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് അയക്കുകയാ. എന്നിട്ട് അൽഖമ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഇപ്പോൾ അൽക്കമ സുഖമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാ. എന്റെ മുഅ്മിനേ, ഒരൊറ്റ ദിവസം ഉമ്മ ദേഷ്യപ്പെട്ടതാ. ആരാ മക്കളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽക്കമ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. അൽക്കമയെ കുളിപ്പിക്കുകയാ, അൽക്കമയെ കഫൻ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ അൽക്കമയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയാ. അൽക്കമ റളിയല്ലാഹു അൻഹയെ മറവ് ചെയ്യുകയാ, അൻഹുവിനെ മറവ് ചെയ്യുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രഭാഷണം നടത്തി. മുഅ്മിനേ, ഹൃദയത്തിൽ തട്ടടേ ചെറുപ്പക്കാരാ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാ, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ. ഓ മുഹാജിരീങ്ങളെ, ഓ അൻസാരിങ്ങളെ, മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി. ആരെങ്കിലും ഉമ്മയേക്കാൾ ഭാര്യക്ക് ശ്രേഷ്ഠത കൊടുത്താൽ, ഭാര്യ പറയുമ്പോൾ നീ ചെക്ക് കൊടുത്തടാ, ഭാര്യ പറയുമ്പോൾ നീ വീട് വിറ്റടാ, ഭാര്യ പറയുമ്പോൾ നീ ലക്ഷങ്ങൾ മുടക്കി, ഉമ്മ പറയുമ്പോൾ കറിവേപ്പില വലിച്ചെറിയുമ്പോൾ ഉമ്മയെ വലിച്ചെറിഞ്ഞവരെ, ഉമ്മയെ അടിച്ചവരെ, ഉമ്മയെ തൊഴിച്ചവരെ, ഉമ്മയെ കരയിപ്പിച്ചവരെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ 27-ന്റെ അന്ന് 2 കരങ്ങൾ ഉയർത്തിയിട്ട് മനസ്സ് പൊട്ടിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചിട്ട്, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ എന്ന് ദുആ ചെയ്തിട്ട് കാര്യമാകണമെങ്കിൽ, അതിന് ഖബൂലിയത്ത് വേണമെങ്കിൽ മുഅ്മിനേ, ഉമ്മാന്റെ പൊരുത്തം വാങ്ങിക്കോ, ഉപ്പാന്റെ പൊരുത്തം വാങ്ങിക്കോ. അവരെ വേദനിപ്പിക്കുന്നത് പടച്ചോൻ ഇഷ്ടമില്ല. കണ്ടില്ലേ മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ചരിത്രമല്ലേ. ഇസ്രായേലിലെ സൂഫിയായ മനുഷ്യനാ, പർണശാലയുണ്ടാക്കി പർവ്വതത്തിന്റെ മുകളിൽ അതേ പർണശാല കെട്ടിയിട്ട് ധ്യാന നിമഗ്നനായി പടച്ചവന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ വന്നിട്ട് വിളിച്ചില്ലേ, മോനെ ജുറൈജ്, മോനെ ജുറൈജ്. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഉമ്മ വന്നത്. കണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ വരുന്നുണ്ടെന്നറിയുമ്പോ, ഉപ്പ വരുന്നുണ്ടെന്നറിയുമ്പോ വീട് പൂട്ടിയിട്ട് മറ്റേ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെയില്ല, ഇന്ന് വരണ്ടാന്ന് പറയുന്ന ദമ്പതിമാരെ, പടച്ചോന്റെ സ്വർഗം നിനക്ക് കിട്ടിയില്ലടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, കല്യാണം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് കൂടെ കിടക്കുമ്പോ ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞിട്ട് ഭർത്താവിന്റെ ജീവിതം വഷളാക്കുന്നവരെ, ഭർത്താവിന്റെ സ്നേഹം പിടിച്ചു വാങ്ങുന്ന ഭാര്യമാരെ, ഈ ദുനിയാവിൽ കുറച്ചു കൊല്ലക്കാലം ജീവിക്കാമെന്നല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ആഖിറം നഷ്ടപ്പെട്ടു പോയവരിൽ പെടൂലേ. ഞാൻ പറഞ്ഞു വന്നത് ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാ. ജുറൈജ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ. എന്താ ജുറൈജ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്? റബ്ബേ, ഉമ്മ വിളിക്കുകയാ, സുന്നത്ത് നിസ്കരിക്കുന്ന സമയമാ, ഉമ്മാക്ക് മറുപടി പറയണോ പറയണ്ടേ, നിസ്കാരം നിർത്തണോ നിർത്തണ്ടേ? ശങ്കയിലായി ജുറൈജിനെ ഉമ്മ പലവട്ടം വിളിച്ചിട്ടും ജുറൈജ് മറുപടി പറഞ്ഞില്ല. വീണ്ടും ഉമ്മ ഒരു ദിവസം മറ്റൊരു ദിവസം തിരിച്ചു വരികയാ. എന്നിട്ട് സാഹസപ്പെട്ട് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് വിയർത്ത് കുടിച്ച ഉമ്മ മലമരത്തിന്റെ പർവ്വതത്തിന്റെ ചെരുവിൽ വന്ന് നിൽക്കുകയാ. പർണശാലയുടെ സമീപത്ത് വന്നിട്ട് വിളിക്കുകയാണ്, മോനെ ജുറൈജ്.
അന്നേരവും ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാ, മറുപടി പറഞ്ഞിട്ടില്ല. ഫർള് നിസ്കാരമാണെങ്കിൽ മറുപടി പറയേണ്ടതില്ല, സുന്നത്ത് നിസ്കാരമാണെങ്കിലോ അത് സുന്നത്താ. പക്ഷെ ഉമ്മാന്റെ വിളിക്കാണ് മുൻഗണന നൽകേണ്ടത്, ഉമ്മാന്റെ വിളിക്കുത്തരം നൽകണേ. രണ്ടാമത് വന്നിട്ട് വിളിക്കുമ്പോഴും ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാ, മൂന്നാമത് വന്നിട്ട് വിളിക്കുമ്പോഴും നിസ്കരിക്കുകയാ. 3 പ്രാവശ്യം മകനെ കാണാൻ വന്നിട്ട് മകനെ കണ്ടിട്ടില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞിട്ടില്ല. മനസ്സ് പൊട്ടിയിട്ടും ഒന്ന് പറഞ്ഞു പോയത്രേ, അല്ലാഹുവേ എന്റെ മകനെ നീ വഷളാക്കണേ അല്ലാ, എന്റെ മകനെ വഷളാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുമ്പോ, ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കുമ്പോ സഹിക്കാൻ കഴിയാതെ ഉപ്പയെങ്ങാനും മനസ്സറിഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞാൽ, ഉമ്മയെങ്ങാനും മനസ്സറിഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞാൽ, പോയടാ നിന്റെ ജീവിതം കഴിഞ്ഞു പോയി, അതോടെ നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, അതോടെ നിന്റെ സർവ്വനിഅമത്തും നഷ്ടപ്പെട്ടു പോയി. ഉമ്മയൊന്ന് പറഞ്ഞതേയുള്ളൂ. ആരാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ വലിയ, ഒരൊറ്റൊരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താത്ത വലിയ. പക്ഷേ ഉമ്മ വഷളാക്കണമെന്ന് ദുആ ചെയ്തത് കണ്ടില്ലേ? ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ തകർക്കാൻ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ആരാധന നഷ്ടപ്പെടുത്താൻ എന്റെ സഹോദരങ്ങളെ ഒരു വേശ്യപ്പെണ്ണിനെ മുമ്പിൽ അയച്ചില്ലേ? നഗ്ന നൃത്തം ചവിട്ടിയിട്ട് ജുറൈജിനെ വിളിക്കുകയാ വ്യഭിചാരത്തിന്. ഇന്നി ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. പെണ്ണേ, നഗ്നയായി എന്റെ മുമ്പിൽ നിൽക്കല്ല പെണ്ണേ. അങ്ങനെ ആ പെണ്ണ് പല നിലക്കും നഗ്ന നൃത്തം ചവിട്ടിയിട്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ പിഴപ്പിക്കാൻ കഴിയാത്തപ്പോ ഏതോ മലഞ്ചെരുവിലുള്ള ആട്ടിടിയനുമായി ആ പെണ്ണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഗർഭിണിയാവുകയാ. ഗർഭിണിയായ സമയത്ത് പെണ്ണോട് ചോദിക്കുകയാ, പെണ്ണേ നിന്റെ വയറ്റിലുള്ളത് ആരുടെ കുട്ടിയാ? അന്നേരമാണ് ആ പെണ്ണ് പറഞ്ഞത്, വേശ്യയായ പെണ്ണ് പറഞ്ഞതെന്താ? ഇത് ജുറൈജിന്റെ കുട്ടിയാ, ഇത് ജുറൈജിന്റെ കുട്ടിയാ. ജനങ്ങൾ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ പർണശാല പൊളിക്കുകയാ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കുകയാ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കുകയാ. കള്ള സന്യാസി എന്ന് വിളിക്കാൻ തുടങ്ങി, പൂച്ച സന്യാസി എന്ന് വിളിക്കാൻ തുടങ്ങി. ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിരപരാധിയാ, ഞാൻ നിരപരാധിയാ. ഒരു പെണ്ണിന്റെ ശരീരം തൊടുക പോയിട്ട് ഒരു പെണ്ണെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ജുറൈജ് റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്കാൻ കഴിയാത്തപ്പോ ജുറൈജ് റളിയല്ലാഹു അൻഹു പറയുകയാ, ആ കുട്ടിയെ ഒന്ന് കൊണ്ടുവരുമോ? ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ പറ, മോനെ പറ, മോനെ പറ, ആരടാ നിന്റെ പിതാവ്? ആരടാ നിന്റെ പിതാവ്? ആ ഇസ്രായേൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് കുട്ടി പറയുകയാണ്, ഈ ജുറൈജ് റളിയല്ലാഹു അൻഹു നിരപരാധിയാ. എന്റെ പിതാവ് അതേ ആട്ടിടിയനായ മനുഷ്യനാണ്, അവനാണ് ഗർഭം ചുമത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വന്നിട്ട് ജനങ്ങൾ വീഴുകയാ. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പർണശാലയ്ക്ക് പകരം ഞങ്ങൾ സ്വർണത്തിന്റെ പർണശാലയുണ്ടാക്കി തരാ. ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എന്റെ നേരത്തെ ഉണ്ടായ പർണശാല മതി, സ്വർണത്തിന്റെ പർണശാല എനിക്ക് ആവശ്യമില്ല. എന്റെ മുമ്പിന് അല്ലാഹുവിന്റെ വലിയാണ്. പക്ഷേ ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചിട്ട് വഷളാക്കണമെന്ന് ദുആ ചെയ്തപ്പോ പ്രിയപ്പെട്ടവരെ വഷളായില്ലേ? എന്റെ പ്രഭാഷണത്തിന്റെ അവസാനം ഞാൻ ബറക്കത്തിന് വേണ്ടി ഒരു ചരിത്രം പറഞ്ഞു നിർത്തുകയാ. ഉമ്മാനെ ബഹുമാനിക്കണേ. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അത്യുന്നതമായ സ്ഥാനത്തെത്തിയത് ഉമ്മാന്റെ പൊരുത്തമാ.
ഉമ്മാന്റെ പൊരുത്തമാ. ഉമ്മ പറയുകയാണ്, ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ചെറുപ്പകാലത്ത് യഹ്യ ഇബ്നു ശറഫ് എന്ന പേര് യഹ്യ ഇബ്നു ശറഫിനോട് പറയുകയാ, മോനെ ദാഹിക്കുന്നു, വെള്ളം കൊണ്ടുവരണേ മോനെ. മഹാനായ യഹ്യ ഇബ്നു ശറഫ് റളിയല്ലാഹു തആല വെള്ളപ്പാത്രവുമായിട്ട് മഹാനായ യഹ്യ ഇബ്നു ശറഫ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ മുമ്പിൽ നിൽക്കുകയാ. റൂമിലേക്ക് എത്തിയപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയിരിക്കുകയാ. ഉമ്മാന്റെ ഉറക്ക് ശല്യപ്പെടുത്തുന്നത് ശരിയല്ല, ഉമ്മാനെ വിളിക്കുന്നത് ശരിയല്ല. എന്റെ മുമ്മിനെ വീട്ടിലേക്ക് പോയപ്പോ ഉമ്മ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മാന്റെ ഉറക്ക് ശല്യപ്പെടുത്താൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് എടാ നീ പതുക്കെ സംസാരിക്കാറുണ്ടോ? അപ്പുറത്തെ റൂമിൽ ഉമ്മ കിടന്നുറങ്ങുമ്പോ TV ഓൺ ചെയ്തുകൊണ്ട് ഗാനം കേൾക്കുന്ന ചെറുപ്പക്കാരാ, സിനിമ കാണുന്ന ചെറുപ്പക്കാരാ, സീരിയല് കാണുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയെങ്ങാനും ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നാൽ എടാ അല്ലാഹു നിന്നെ കാരുണ്യത്തോടെ നോക്കില്ലടാ, നിനക്ക് ഈമാൻ ലഭിക്കാൻ സാധ്യതയില്ല. യഹ്യ ഇബ്നു ശറഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമ്മ ഉറങ്ങുകയാണ്. യഹ്യ ഇബ്നു ശറഫ് റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും വെള്ളവുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാ, ഇരിക്കുക പോലും ചെയ്തിട്ടില്ല. സുബഹിന്റെ സമയമാകുമ്പോ യഹ്യ ഇബ്നു ശറഫിന്റെ ഉമ്മ എഴുന്നേൽക്കുകയാ. പടച്ചവനെ, എന്താ ഞാൻ കാണുന്നത്? ഇന്നലെ രാത്രി ഞാൻ എന്റെ മകനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞതാ, ഞാൻ ഉറങ്ങിപ്പോയിരിക്കുകയാ. പക്ഷേ ഉമ്മാന്റെ ഉറക്ക് ബുദ്ധിമുട്ടിക്കാതെ വെള്ളത്തിന്റെ പാത്രമായി നിൽക്കുമ്പോ എന്റെ മുമ്പിനെ ഒരു മിനിറ്റ് ഉമ്മാക്ക് വേണ്ടിട്ട് വെള്ളം അങ്ങനെ പിടിക്കാൻ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ. എടാ നീ മഞ്ചേശ്വരം ടൗണിലേക്ക് പോവുകയാ, മംഗലാപുരം ടൗണിലേക്ക് പോവുകയാ. നിന്റെ ഉമ്മ പറഞ്ഞൊരു ഗുളിക കൊണ്ടുവരുമോ, ഒരു ഗുളിക കൊണ്ടുവരുമോ എന്ന് പറഞ്ഞപ്പോ ഗുളികക്ക് വേണ്ടി ഉറക്കൊടിഞ്ഞ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ എല്ലാം ചെയ്തോ. നീ മൊബൈൽ ഓൺ ചെയ്തോ, ഫേസ്ബുക്ക് നോക്കി, വാട്സപ്പ് നോക്കി, പലർക്കും നീ ചാറ്റ് ചെയ്തോ, നീ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചോ. വീട്ടിലെത്തിയപ്പോഴാ നിനക്ക് ഓർമ്മ വരുന്നത് ഉമ്മ പറഞ്ഞ ഗുളിക കൊണ്ടുവന്നിട്ടില്ല. എന്തൊരു ജീവിതമാണ് ചെറുപ്പക്കാരാ. ഉമ്മാനെ ബുദ്ധിമുട്ടിക്കല്ല മോനെ, കണ്ടു പഠിക്കണേ. യഹ്യ ഇബ്നു ശറഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രാവിലെ വരെ ഉറക്കൊടിഞ്ഞിട്ട് നിന്ന യഹ്യ ഇബ്നു ശറഫ് റളിയല്ലാഹു ഉമ്മാന്റെ കയ്യിൽ വെള്ളം കൊടുക്കുകയാ. ആ ഉമ്മ അവിടുന്ന് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുവേ എന്റെ മകന് നീ ഉയർച്ചയിൽ എത്തിക്കണേ അല്ലാ. ആ യഹ്യ ഇബ്നു ശറഫാണ് പിൽക്കാലത്ത് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം നബവി റളിയല്ലാഹു. അതുകൊണ്ട് മോനെ, കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് അള്ളാന്റെ വലിയന്റെ പൊരുത്തം വാങ്ങുന്നതിന് മുമ്പ്, മശായിഖിന്റെ പൊരുത്തം വാങ്ങുന്നതിന് മുമ്പ് ഉമ്മാന്റെ പൊരുത്തം വാങ്ങുക, ഉപ്പാന്റെ പൊരുത്തം വാങ്ങുക, അവരെ സ്നേഹിക്കുക. ചില ചെറുപ്പക്കാര് പറയാറുണ്ട്, ഉമ്മാക്ക് വേണ്ടി ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ മുമ്പിനെ ഉമ്മാന്റെ കാഷ്ടം നിനക്കെടുത്ത് മാറ്റിയിട്ട് ശുദ്ധിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് നിനക്കൊന്ന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരം പോക്കിന് വേണ്ടി ഉമ്മാന്റെ അടുത്ത് പോയി നിനക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമ്മാനെ നീ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറയൊന്നും നിസ്കരിക്കേണ്ടി വരില്ല. കുറെ സുന്നത്തുകൾ നിസ്കരിക്കേണ്ടി വരില്ല. ആ ഉമ്മാന്റെ ഒരു ദുആ മതി. അങ്ങനെ ഉമ്മാന്റെ ദുആയോടുകൂടെ, ഉമ്മാന്റെ പൊരുത്തത്തോടുകൂടെ ജീവിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.